ഹായ് ഫ്രണ്ട്സ് ടൂറിട്ടപ്പോൾ നമ്മളെ കഥയും നായിക ഒരു ഡയറക്ടറാണ്. അതുമാത്രമല്ല ഒരു ബിസിനസ്മാൻ CEO ആണ്. നമ്മുടെ പാക് ജിമിൻ ഒരു നോർമൽ ബോയ്. ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. ജിമിനിക്ക് നന്നായിട്ട് ആക്ട് ചെയ്യാൻ നന്നായിട്ട് അറിയും. അതുകൊണ്ട് ജിമിനിക്ക് ഒരു ആക്ടറാണ്, ഒരു മോഡലിന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല ആണ്ട് അമ്മക്കും അതെ, അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമാണ് ഉള്ളത്. അതുമാത്രമല്ല ജിമിനിക്കൊരു പേടിയാണ്. അതുകൊണ്ട് അവനിക്ക് ആക്ടിങ് അതിലും കൊണ്ട് കുറച്ച് പേടിയാണ് പോവാൻ. കുറേ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട്സെല്ലാം പറയും ആക്ടിങ് പോയാൽ ഇല്ലടാ അവിടുത്തെ പെൺകുട്ടികളെ നമ്മളെന്തെല്ലാം ചെയ്യുക അങ്ങനെ ജിമ്മിനെ പേടിപ്പിച്ച് ജിമ്മിനേക്ക് പോവാൻ ഭയങ്കര പേടിയാണ്. അതുമാത്രമല്ല ഒരു ആക്ടിങ് ഒരു ചെക്കൻ പോയിരുന്നു. അത് വേറെ ഒരു കമ്പനിയായിരുന്നു. ആ കമ്പനിക്ക് പോയിട്ട് ആ ചെക്കനക്ക് നടന്ന കാര്യം ഫിലിമിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ ചെക്കൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചെക്കൻ സൂസൈഡ് ട്രൈ ചെയ്തായിരുന്നു. ആ ചെക്കൻ എങ്ങനെ രക്ഷിച്ചായിരുന്നു. അതുകൊണ്ട് ജിമ്മിനിക്ക് ഇതുപോലെ നേടുമ്പോൾ എനിക്ക് എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ആ ചെക്കൻ ലവ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ആ പെണ്ണിനെ ഇട്ടുവിട്ട് ആ പെണ്ണ് കൂടെ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. അതുകൊണ്ട് ജിമ്മിനിക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ജിമ്മിനിക്ക് പേടിയാണ്. ജിമ്മിൻ്റെ മമ്മി പറയാം, എടാ ജിമ്മിൻ മോം എന്താ അമ്മ പറയുന്നത്, ഞാൻ എങ്ങനെ മമ്മി, എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി, കൂടാൻ ആഗ്രഹമുണ്ട്. അതുമാത്രം അവർ എന്തെല്ലാം ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും മോം. അങ്ങനെയായിട്ട് ജിമ്മിനൊക്കെ അറിയായിരുന്നു. ഇത് ജിമ്മിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഒരുപാട് സാഡായിരുന്നു. ഇപ്പം എന്താ ചെയ്യുക അങ്ങനെയിട്ട് അവർ ഓർക്കായിരുന്നു. അങ്ങനെ ജിമ്മിൻ്റെ മമ്മിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം അറിയില്ലായിരുന്നു. ഇവൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ജിമ്മിൻ കോളേജിൽ വന്നായിരുന്നു. അതെച്ചോ ഫൈനൽ ഇയർ ജിമ്മിൻ പഠിക്കുമായിരുന്നു. ജിമ്മിന് നന്നായിട്ട് പഠിക്കും. അതുപോലല്ല ജിമ്മിന് പഠിക്കുമായിരുന്നു. ഹീറോയി യഥാർത്ഥ വരുമ്പോൾ ജിമ്മിന് കണ്ടായിരുന്നു. ഹീറോയ്ക്ക് ജിമ്മിനെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. വാവ്, അവൻ കാണാൻ ഹാൻസം ആയിട്ടുണ്ടല്ലോ എങ്ങനെ പറഞ്ഞു. ആ ജിമ്മിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയായിരുന്നു. ഓ പാക് ജിമിൻ, ഇവന് കാണാൻ ഭംഗിയിട്ടുണ്ട്. അങ്ങനെ ജിമ്മിനെ കേട്ടായിരുന്നു. ജിമ്മിനെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സെക്രട്ടറിനോട് പറഞ്ഞു. സെക്രട്ടറി, അയ്യോ മാം, നിങ്ങൾക്കെന്താ മാം ഇവൻ ഇൻട്രസ്റ്റ് ഒന്നില്ല, ഇവൻ കേട്ട് നോക്കിക്കോന്ന് പറഞ്ഞത്. അതുകൊണ്ട് ജിമ്മിനെ കുറിച്ച് അറിയാൻ വേണ്ടി അപ്പുറം ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നു. എന്ത് പറ്റി മാം, നാട്ടിൽ നമുക്ക് അറിയാമല്ലോ ജിമ്മിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഇതിൽ കൂടുതലും ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല അവർ കുറച്ച് പേടിയാന്ന് അങ്ങനെ ഇങ്ങനെ പറയായിരുന്നു. ഇടമായിട്ട് ഹീറോയി ചിരിച്ചായിരുന്നു. ഓ അങ്ങനെയാണോ, ശരി അതൊക്കെ വേറെ പ്ലാൻ ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ജോബൊക്കെ പോയാൽ പിന്നെ അവനക്ക് മാരേജ് കഴിക്കുക അതും പറയായിരുന്നു. ഹീറോയ്ക്ക് വീട് ശരിയായിരുന്നു. മാരേജാന്ന് പറഞ്ഞവരൊക്കെ ആയിരുന്നു. ഇപ്പോൾ പെണ്ണ് നോക്കിയാണ്ടുള്ളത് എന്ന് പറയായിരുന്നു. പിന്നെ എൻഗേജ്മെൻറ്റ് ശേഷം ഫസ്റ്റ് മാരേജ് ചെയ്യാമെന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഒരു ഐഡിയ കിട്ടി. എൻ്റെ വീട്ടിൽ മാരേജ് ചെയ്യുന്ന ടോർച്ചർ പറയാം, ശരി ഇവൻ എന്നെ മാരേജ് കഴിക്കുക എന്ന് പറഞ്ഞു. ഹീറോ റിച്ചാണ്. ജിമ്മിനകത്ത് റിച്ചൊന്നുമല്ല, നോർമൽ ബോയാണ്. അതുകൊണ്ട് ഹീറോയി പ്ലാൻ ചെയ്തു, മോം ഞാൻ മാരേജ് കഴിക്കാം എന്ന് ഹീറോയി പറയുന്നു. ഇത് കേട്ട ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താ മോളോ നീ സത്യമാണ് പറഞ്ഞത്. സത്യമാണ് ഡാഡ്, ഞാൻ മാരേജ് കഴിച്ചോളാം, അതിനും പകരം ഞാൻ പറഞ്ഞ മതി ചെയ്യണം എന്ന് ഹീറോയി പറഞ്ഞത്. നമ്മൾ ഹീറോയിൻ്റെ ഡാഡി ഇന്ത്യൻ ബോയ്, ഹീറോയിൻ്റെ മമ്മി ഒരു കൊറിയൻ ഗേൾ. അതിനായിട്ട് രണ്ടുപേരും ലവ് ചെയ്ത് മാരേജ് കഴിച്ച് കോളേജ് പഠിക്കുമ്പോൾ. അതുകൊണ്ട് ഹീറോയി പറയാൻ തുടങ്ങി, മോം പറഞ്ഞ കേക്ക് ഞാൻ തന്നെ. ഹീറോയിൻ്റെ മമ്മി പറയുന്നത്, നിനക്ക് ഓക്കെയാണോ, ആരാ, ഇവൻ ജിമിൻ പാക് ജിമിൻ, എനിക്ക് പിടിച്ചിന്, അതുകൊണ്ട് ഞാൻ മാരേജ് കഴിക്കുക എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ അമ്മയ്ക്ക് ഓക്കെയാണ്. എന്താ മോളെ ഇത് ഇങ്ങനെ പറയാം മോം, എനിക്ക് ഇവനെ കുറിച്ച് പിടിക്കുമോ അങ്ങനെ ഇങ്ങനെ പറയായിരുന്നു. ഹീറോയിൻ്റെ അമ്മയ്ക്ക് ലവ് മാരേജ് ഓക്കെയാണ്. ശരി ഓക്കെ, അവൻ ചോദിച്ചാൽ പ്ലീസ് മമ്മി എന്ന് ഹെൽപ്പ് ചെയ്യും മോം എന്ന് പറയുന്നത് ഹീറോയി. അത് ഹീറോയിൻ്റെ അമ്മയ്ക്ക് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറച്ചൊരു പ്രശ്നമുണ്ട് മമ്മി എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ മമ്മിക്ക് ഓക്കെ എന്നായി. അങ്ങനെ ജിമ്മിനെ പോയിട്ട് ജിമ്മിൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചായിരുന്നു. ജിമ്മിൻ്റെ മമ്മിക്ക് എന്താ ചെയ്യാന്ന് അറിയില്ലായിരുന്നു. എന്താ പറയണേ മാം, ഇല്ലപ്പാ അവനായിട്ട് ജിമ്മിൻ്റെ മമ്മിക്ക് ഓക്കെ എന്നായിരുന്നു. അത് നമ്മൾ ഹീറോയും അതെ ഹീറോയിൻ ഹീറോയിൻ പഠിക്കത്തരല്ല, ഹീറോയിൻ ഒരു പ്രൊഫസറായിട്ട് വരും. അതെ ക്ലാസ് എടുക്കും. അതുമാത്രമല്ല ഹീറോയ്ക്ക് ബിസിനസ് CEO ആയിട്ട് മാറിയിട്ടുണ്ട്. ഹീറോയി ബിസിനസ് പഠിക്കുക. അതുമാത്രമല്ല ഹീറോയിൻ ഫൈനൽ ഇയർ ആണ് ഹീറോയിൻ പഠിക്കുന്നത്. ഹീറോയിൻ പറയാൻ തരുമോ, ഈ ടീച്ചർ കോളേജിൻ്റെ വർക്ക് പറയാം, ഞാൻ പോവാം കോളേജിൽ. അയ്യോ ഈ ടീച്ചർ
അങ്ങനെ ഹീറോയി പോയി ടീച്ചറിനോട് ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തതല്ല നോട്ട്ബുക്ക്. അതിലൊരു പെണ്ണുണ്ടായിരുന്നു, ഹേമ പറയാൻ തുടങ്ങി, മച്ചി ടീച്ചർ ക്ലാസ് എടുത്താൽ ഇവിടെ നിന്ന് ക്യാമറ വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞ ഹീറോയിൻ്റെ കോളേജാണ്. ആ ഹീറോയിൻ്റെ കോളേജ് പറഞ്ഞ മമ്മീൻ്റെ കോളേജാണ്. അതെ, മമ്മീൻ്റെ കോളേജ്. മമ്മി ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു. ഹീറോയെ പറയുന്നു ശരി അടിക്കാന്ന്. ഹീറോയ്ക്ക് ഇവിടെ എല്ലാം എഴുതിയിട്ട് വെച്ചിട്ട് ഈ ബുക്ക് കൊടുത്തായിരുന്നു. ടീച്ചർ സൈൻ ചെയ്ത് ശരി മാന്ന് പോയിക്കോ. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയ്ക്ക് ജിമ്മിനൊക്കെ മാരേജ്. ജിമ്മിനിക്ക് പേടിയാണ് മമ്മി മാരേജ് പറയണേട്ടാ. ഹീറോയിൻ്റെ വന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് ഹീറോയിനെ അറിഞ്ഞുകൊണ്ട് അവർക്ക് ഷോക്കായിരുന്നു. ഇവിടെ ആ ഡയറക്ടറുണ്ട്, അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. ജിമ്മിനിക്ക് ഹീറോയ്ക്ക് മാരേജ് ചെയ്തു. ഹീറോയ്ക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് കുറേ ദിവസം മാരേജായി, ഇന്ത്യസ് മാരേജായി. ഇപ്പം റൂമിലേക്ക് വന്നായിരുന്നു. ഹീറോയിൻ നോക്കുക, ജിമ്മി പേടിക്കായിരുന്നു. ഹീറോ ആശ്രവാദം ജിമ്മിനി എന്താ കേൾക്കുന്നു. സാരില്ല ജിമ്മീൻ, അതുമാത്രമല്ല എനിക്ക് നന്നായിട്ട് വരാത്തെന്ന് പറഞ്ഞു, നന്നായിട്ട് വരും എന്ന് പറഞ്ഞു. ഇത് ചടങ്ങുണ്ടായിരുന്നു. ജിമ്മിൻ്റെ അടുത്ത് ഹീറോയി വന്നായിരുന്നു. ജിമ്മിൻ എന്താ എന്ന് ജിമ്മിൻ കേട്ടായിരുന്നു. അതുകൊണ്ട് ജിമ്മിനോട് പറയാൻ തുടങ്ങി. ജിമ്മിൻ എന്താ ശരി ഓക്കെ, ഇനി റെസ്റ്റ് എടുത്ത് ഉറങ്ങിക്കോ, നമുക്ക് കുറച്ച് ആളെ സംസാരിക്കാണ്ട് പറഞ്ഞു. ജിമ്മിനിക്ക് പേടിയായിരുന്നു. അയ്യോ ആരെന്നറിയില്ല. അങ്ങനെ രണ്ടുപേരും കിടന്ന് ഉറങ്ങിയായിരുന്നു. രാവിലായി. പിന്നെ ജിമ്മിനെ കൂടെ ഹീറോ ടൈം ചെയ്തു. പിന്നെ നാളെ പോകാമെന്ന് പറഞ്ഞുമായിരുന്നു. അങ്ങനെ ഹീറോ റെഡിയായിരുന്നു, ജിമ്മിൻ റെഡിയായിരുന്നു. ശരി ഓക്കെ. ജിമ്മിനെ വിളിച്ചുകൊണ്ട് ഒരു പ്ലേസ് പോയിരുന്നു. അതിനായിട്ട് ഒരു ഗേൾ വിളിച്ചായിരുന്നു. മാം റെഡിയാ മാം. ശരി ഓക്കെ. അങ്ങനെ ഒരു ഡ്രസ് ഡിസൈനർ ഒരു ഗേളും പിന്നെ ഒരു മേക്കപ്പ് ബോയ് ആയിരുന്നു. ഹീറോയെ അവരെ ജോയിൻ ചെയ്തായിരുന്നു. ഓക്കെ പുതിയതാണ്. ഹീറോയിനോട് ഗേളിനോട് പറയാൻ തുടങ്ങി. ആ ബോയും ഗേളും ഹസ്ബൻഡ് വൈഫാണ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരാണ് ഇവർക്ക് മേക്കപ്പ് ചെയ്ത് ജിമ്മിനിക്ക്. അങ്ങനെ രണ്ടുപേർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അവർക്ക് ജോലി കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഹീറോയാണ് അവർക്ക് രണ്ടുപേർക്ക് ജോബ് കൊടുത്തത്. ജിമ്മിനിക്ക് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും അറിയാം ആ പെൺകുട്ടിക്ക്. അങ്ങനെ രണ്ടുപേർ ഡ്രസ് ഡിസൈൻ അങ്ങനെ ചെയ്ത് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ജിമ്മിനിക്ക് ഒന്നും മനസ്സിലായി. രണ്ടുപേർ